നമസ്കാരം. ലെമൺ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത, രാജ്യം മുഴുവൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത SNC ലാവ്ലിൻ കേസ് 30 തവണ മാറ്റിവെച്ച SNC ലാവ്ലിൻ കേസ് വീണ്ടും സുപ്രീം കോടതിയിലെത്തുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം കേരള രാഷ്ട്രീയം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് എന്ത് എന്നറിയാൻ വേണ്ടി ഉറ്റുനോക്കുന്ന സമയത്ത് തന്നെയാണ് SNC ലാവ്ലിൻ കേസ് വീണ്ടും ചർച്ചയാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, പോയ ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് കേരളം കണ്ടത്. ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ, ശോഭാ സുരേന്ദ്രനും EP ജയരാജനും പറഞ്ഞ കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ദല്ലാൽ നന്ദകുമാർ വീണ്ടും പറഞ്ഞ കാര്യം, അതായത് SNC ലാവ്ലിൻ കേസിൽ ഒത്തുതീർപ്പുകൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കണ്ടു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ, ഗുരുതരമായ കാര്യങ്ങൾ. എന്തായിരിക്കും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ സംഭവിക്കുക? ഏതായാലും SNC ലാവ്ലിൻ കേസ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സുപ്രീം കോടതിയിലെത്തുമ്പോൾ എന്തായിരിക്കും പിണറായി വിജയന്റെ അവസ്ഥ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സുപ്രീം കോടതിയിൽ 8ാം വർഷത്തിലേക്ക് കടന്ന SNC ലാവ്ലിൻ കേസിൽ ബുധനാഴ്ച അന്തിമവാദം ആരംഭിക്കുകയാണ്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഇതുവരെ ലാവ്ലിൻ കേസ് 30 തവണ ലിസ്റ്റ് ചെയ്തെങ്കിലും കാര്യമായി ഒന്നും സംഭവിച്ചില്ല. ഫെബ്രുവരി 6-നാണ് ലാവ്ലിൻ കേസ് ഒടുവിൽ പരിഗണിച്ചത്. വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ, ഊർജ്ജ വകുപ്പ് മുൻ സെക്രട്ടറി K മോഹനചന്ദ്രൻ, മുൻ ജോയിന്റ് സെക്രട്ടറി A ഫ്രാൻസിസ് എന്നിവരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയതിനെതിരെ CBI നൽകിയ അപ്പീലാണ് സുപ്രീം കോടതിക്ക് മുൻപാകെ ഉള്ളത്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം നന്ദകുമാർ ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർത്തിയത്. ലാവ്ലിൻ കേസിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് പിടി വീഴുന്നില്ല എന്ന് കഴിഞ്ഞ കുറേ നാളായി കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ പിണറായി വിജയന് ലാവ്ലിനിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നന്ദകുമാർ രംഗത്ത് വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണവുമായി ദല്ലാൽ TG നന്ദകുമാർ. ലാവ്ലിനുമായി ബന്ധപ്പെട്ട കേസ് 2016-ൽ വീണ്ടും കോടതിയിൽ വന്നപ്പോൾ പിണറായി വിജയൻ തന്റെ സഹായം തേടിയെന്നാണ് TG നന്ദകുമാർ പ്രമുഖ മാധ്യമത്തിന്റെ ചർച്ചയിൽ ആരോപിച്ചത്. കേസ് ഹൈക്കോടതി ബെഞ്ചിൽ നിന്ന് മാറ്റിവെക്കാൻ പിണറായി വിജയൻ തന്റെ സഹായം തേടിയെന്ന ഗുരുതര ആരോപണമാണ് TG നന്ദകുമാർ ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നന്ദകുമാർ ഉന്നയിച്ചിരിക്കുന്നത്. 2016-ൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള യാത്ര നടത്തുമ്പോൾ ലാവ്ലിൻ കേസ് വീണ്ടും വിഴുങ്ങാൻ വന്നപ്പോൾ അദ്ദേഹം തന്റെ സഹായം തേടിയ ആളാണ്. ഇല്ലെന്ന് പിണറായി വിജയൻ പറയട്ടെ, തന്നെ അറിയില്ല എന്ന് പറയരുത്. 2013-ൽ ലാവ്ലിൻ കേസ് ഡിസ്ചാർജ് ചെയ്തതിന് മേൽ ഹൈക്കോടതിയിൽ അപ്പീൽ വന്നു. 2016-ൽ തെരഞ്ഞെടുപ്പിന് മുൻപ് അപ്പീൽ കേൾക്കാൻ തീരുമാനിച്ചു. അതായത് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു. തെരഞ്ഞെടുപ്പിന് മുൻപ് ഹിയറിംഗ് പോസ്റ്റ് ചെയ്തു. അന്ന് അപ്പീൽ ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ചിൽ വന്നപ്പോൾ ജസ്റ്റിസ് ഉബൈദ് അത് കേട്ടാൽ അപകടകരമാകുമെന്നും അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അസഫ് അലി പ്ലാൻ ചെയ്ത ചില സർക്കാർ പെറ്റീഷനാണ് ഇട്ടേക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ കേസ് ആ ബെഞ്ചിൽ നിന്നും ഒഴിവാക്കാൻ KV സോഹൻ എന്ന വക്കീലിനെയാണ് പിണറായി വിജയൻ കണ്ടെത്തിയത്. എന്നാൽ KV സോഹന്റെ വക്കാലത്തിൽ ഒഴിവാക്കപ്പെട്ടില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാറ്റിക്കൊടുത്തു. ആ സോഹനെ 1ാം LDF സർക്കാർ അറ്റോർണിയാക്കി. 2ാം LDF സർക്കാർ വന്നപ്പോൾ സോഹനെ പറഞ്ഞുവിട്ടു. കാരണം പിണറായി വിജയന്റെ ആവശ്യം കഴിഞ്ഞു. KV സോഹനിലേക്ക് എങ്ങനെ കടന്നു കയറാം എന്ന അന്വേഷണത്തിലാണ് എന്നിലേക്ക് എത്തിയത് എന്നാണ് നന്ദകുമാർ പറയുന്നത്. MK ദാമോദരൻ എന്ന മഹാനായ അഭിഭാഷകൻ പിണറായി വിജയൻ ഉണ്ടായിട്ടും ഞങ്ങളുടെ കോമൺ സുഹൃത്തായ മരിച്ചുപോയ സ്കറിയ തോമസിന്റെ ഫോണിൽ നിന്ന് എന്നോട് വിളിച്ച് സംസാരിച്ച് ഞങ്ങൾ സൗഹാർദ്ദത്തിലെത്തി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിണറായി മുഖ്യമന്ത്രിയായി. ഞാൻ പിന്നീട് ആ വഴിക്ക് പോയിട്ടില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, ശിവന്റെ കൂടെ പാപി ചേർന്നാൽ ശിവനും പാപിയാകുമെന്ന്. ഞാനൊരു മഹാപാപി ആയതുകൊണ്ടാകാം അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടത്. എന്നെ അറിയുമെന്നും അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. എന്തടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു.